IB ഉദ്യോഗസ്ഥയെ ഗർഭിണിയാക്കിയത് കൂടാതെ നിരവധി യുവതികളെയും സുകാന്ത് നശിപ്പിച്ചു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കുറ്റകൃത്യമാണ് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ 2 മാസത്തിലേറെ ഒളിവിൽ കഴിഞ്ഞ ശേഷം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സുകാന്ത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഇതിനിടെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവന്നു. രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥയായ യുവതിയെ സുകാന്ത് വിവാഹം വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തതായും നിരവധി തവണ പണം കൈപ്പറ്റിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ആത്മഹത്യയ്ക്ക് കാരണം സുകാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് അമ്മാവൻ മോഹനാണ് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ടെലിഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെയുള്ള നിരവധി ഡിജിറ്റൽ തെളിവുകൾ. ഈ ഡിജിറ്റൽ തെളിവുകളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നീ പോയി ചാവടി, എപ്പോൾ ചാവും എന്നീ സന്ദേശങ്ങളും ചാറ്റിലുണ്ട്. IB ഉദ്യോഗസ്ഥയുടെ 6 മാസത്തെ ശമ്പളം സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനുള്ള ബാങ്ക് രേഖകളും ലഭ്യമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സുകാന്ത് IAS കോച്ചിങ് നടക്കുന്നതിനിടയിലും മറ്റൊരു യുവതിയെ വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്തതായും ജയ്പൂരിൽ വെച്ചാണ് ഇവ സംഭവിച്ചത് എന്നും രേഖകളിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. പ്രതി മറ്റു യുവതികളെയും തിരുവനന്തപുരത്തും ചെന്നൈയിലും അപ്പാർട്ട്മെന്റുകളിൽ എത്തിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. IB ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുകാന്ത് മൂലമാണ് എന്ന് ഡോക്ടറുടെ മൊഴിയും റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുകാന്ത് സുരേഷ് ഇപ്പോൾ റിമാൻഡിലാണ്. ജൂൺ 10 വരെയാണ് ഈ റിമാൻഡ്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തത് എന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുകാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകാൻ പോകുന്നു. വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായും സാമ്പത്തികമായിട്ടും ചൂഷണം ചെയ്ത ശേഷം സുഹൃത്തും സഹപ്രവർത്തകയുമായ യുവതിയെ വഞ്ചിച്ച സുകാന്ത് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു എന്നുകൂടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. യുവതിയുമായുള്ള ചാറ്റുകൾ ഇതിന് തെളിവാണ് എന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്നും നീ ചാവില്ലേ എന്നുമായിരുന്നു ചാറ്റിലെ സുകാന്തിന്റെ ചോദ്യം. ചതിക്കപ്പെട്ടതിൽ മനംനൊന്ത് യുവതി മരിക്കാമെന്ന് മറുപടി നൽകി. മാർച്ച് 24-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശിനിയായ പെൺകുട്ടി പേട്ടയ്ക്ക് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുകാന്തിന്റെ മാനസിക ശാരീരിക പീഡനം കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പരാതിയുമായിട്ട് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. സുകാന്തിൽ നിന്ന് യുവതി ലൈംഗിക ചൂഷണം നേരിട്ടിരുന്നതായും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണ് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു നിരന്തര ലൈംഗിക പീഡനമെന്നും പോലീസ് പറയുന്നു. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ മറ്റ് 2 യുവതികളെ കൂടി ഇയാൾ ചൂഷണം ചെയ്തതായി തെളിയിക്കുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. സഹപ്രവർത്തകയായിരുന്ന യുവതി, ഇയാൾക്കൊപ്പം ജയ്പൂരിൽ IAS പരീക്ഷ പരിശീലനത്തിനുണ്ടായിരുന്ന മറ്റൊരു യുവതി എന്നിവരെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സുകാന്ത് ചൂഷണം ചെയ്തതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെയും ഇരുവരെയും വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ ഈ യുവതികളെ ചൂഷണം ചെയ്തത് എന്നുകൂടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.